Today we are going to discuss about Laplace transform definition and basic examples. Okay. അപ്പോൾ എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നും അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള എലിമെന്ററി ഫംഗ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തൊക്കെയാണ് എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഓപ്പറേഷനെയാണ് ബേസിക് ആയിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇന്റഗ്രേഷൻ ഉപയോഗിച്ച് നമ്മളൊരു ഫോർമുല പഠിക്കുന്നു, അത് ഉപയോഗിച്ച് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നു. അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലൊന്നും നമ്മൾ ഇപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പൊ എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ലെറ്റ് എഫ് ഓഫ് ടി ബി എ ഫംഗ്ഷൻ. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മാത്രമാണ്. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ അതൊരു ഇന്റഗ്രൽ ഉള്ള ഒരു ഫോർമുലയാണ്. ഈ പാഠം മൊത്തം നമുക്ക് ഫോർമുലയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി, ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി, ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇങ്ങനെ കിട്ടുന്ന ഉത്തരത്തിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, എഫ് ഓഫ് എസ് എന്നാണ്. കാരണം ഇത് എസ്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല കൂടെ പഠിച്ചു വെക്കോ. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി, ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല. ഓക്കെ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടിയെ 0 മുതൽ ഇൻഫിനിറ്റി വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം കിട്ടുന്നത്. സോ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ എന്തുണ്ട്, ലീനിയർ പ്രോപ്പർട്ടി ഉണ്ട്. ഈ ലീനിയർ പ്രോപ്പർട്ടി നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. അതായത് ലിമിറ്റ് എടുക്കുമ്പോൾ, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ, ഇന്റഗ്രേഷൻ എടുക്കുമ്പോൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ലീനിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടി കണ്ടുപിടിക്കാൻ നമ്മളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ ഈ എ പുറത്തെടുക്കാം, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി കണ്ടുപിടിക്കാം, ഇനി പ്ലസ് എടുക്കാം, ഇനി ബി ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി കണ്ടുപിടിക്കാം. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മളിപ്പോ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ 3x സ്ക്വയർ പ്ലസ് 2y അല്ലെങ്കിൽ 2x, ഓക്കെ, 3x സ്ക്വയർ പ്ലസ് 2x ഇന്റഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, 3 അവിടെ ഇടും, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ എടുക്കും, പ്ലസ് 2 അവിടെ ഇടും, ഇന്റഗ്രൽ എക്സ് എടുക്കും. ഇതേ പരിപാടി ലാപ്ലാസ് ട്രാൻസ്ഫോമിലും അക്സെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ അത് അവിടെ ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ഇനി മുതലാണ് നമ്മൾ ഓരോ ഫംഗ്ഷന്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പൊ പ്രധാനപ്പെട്ട കാര്യം എല്ലാം പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അടുത്ത് രണ്ട് രീതിയിൽ എക്സാമിന് ചോദിക്കും. ഒന്ന്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 എത്രയാണെന്ന് സിമ്പിൾ ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ നമുക്ക് അത് ആ രീതിയിൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ടിയും വരും. ഓക്കെ. അപ്പോൾ ഫോർമുലയും കാണാതെ പഠിക്കണം, അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നുള്ളത് പഠിച്ചേക്കണം. ഓക്കെ. അപ്പൊ ഇപ്പോഴേ പഠിച്ചോ, ആദ്യത്തെ ഫോർമുല നമുക്ക് പഠിക്കാനുള്ളത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1/s ആണെന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ. ഇനി s ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എപ്പോഴും. ഇനി നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമ്മുടെ ഫോർമുല എന്തായിരുന്നു, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി ആണ് അല്ലെ. ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് വേണ്ടത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 ആണ് വേണ്ടത് അല്ലെ. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് ടി 1 ആണ്. സോ ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു 1 ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് എസ് ടി തന്നെ കിട്ടും. ഇനി നമ്മൾ ഇതിന്റെ ഇന്റഗ്രൽ എടുക്കാൻ പോവുകയാണ്. ഇ റൈസ് ടു മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ അറിയാൻ നമുക്ക് എന്തറിയണം, ആദ്യം ഇ റൈസ് ടു ടിയുടെ ഇന്റഗ്രൽ അറിയണം. ഇന്റഗ്രൽ ഇ റൈസ് ടു ടി ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇ റൈസ് ടു ടി തന്നെയാണ് അല്ലെ. ഇനി ഇന്റഗ്രൽ ഇ റൈസ് ടു എ ടി, ഒരു കോൺസ്റ്റന്റ് വന്നിട്ട് ഡി ടി എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇ റൈസ് ടു എ ടി അതുപോലെ എഴുതും, ഇതിന്റെ ഇന്റഗ്രൽ ഫോം അതുപോലെ എഴുതും. ഇനി ടിയുടെ കൂടെ വന്ന ആളെ നമ്മൾ ബൈ എന്ന് ഇട്ട് കൊടുക്കും, ബൈ എ എന്ന് ഇട്ട് കൊടുക്കും അല്ലെ. അപ്പൊ ഇ റൈസ് ടു മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ എന്താണ്, ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ ടിയുടെ കൂടെ കിടക്കുന്ന മൈനസ് എസ്. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, നോക്കിയേ, ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ഇൻഫിനിറ്റി, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ബൈ മൈനസ് എസ് മൈനസ് ഇ റൈസ് ടു മൈനസ് 0 ബൈ എസ് മൈനസ് എസ്, ഇങ്ങനെയാണല്ലോ വരുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി? ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 1 ബൈ ഇ റൈസ് ടു ഇൻഫിനിറ്റി വരും. ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യയാണ്, ഒരു ഇൻഫിനിറ്റി ആണ്, ഭയങ്കര വലിയ സംഖ്യയാണ്. അപ്പൊ 1 ബൈ അത്രയും വലിയ സംഖ്യ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. സോ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 1 ബൈ മൈനസ് എസ് അല്ലെങ്കിൽ മൈനസ് 1 ബൈ എസ് കോമൺ എടുത്തിട്ടുണ്ട്. മൈനസ് 1 ബൈ എസ് കോമൺ എടുത്തിട്ട് നമ്മൾ, അപ്പൊ ഇത് മാത്രം എഴുതിയാൽ മതി, മൈനസ് 1 ബൈ എസ് കോമൺ എടുത്തു, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി
ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, മൈനസ് ഇ റൈസ് ടു -0. -0 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 0. ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് അല്ലെ. അപ്പൊ മൈനസ് എസ് കോമൺ എടുത്തതുകൊണ്ട് നമുക്ക് മാത്രം 1 മാത്രമേ ഉള്ളൂ. സോ -1/s ഇൻറ്റു 0 - 1 എത്രയാണ്? -1 ആണ്. അപ്പൊ -1/s ഇൻറ്റു -1 എന്ന് വരുന്നു. ഉത്തരം എന്ത് വരുന്നു? 1/s വരുന്നു. അപ്പോൾ ഈ ഒരു തെളിയിക്കുന്നത് എങ്ങനെയാണെന്ന് 2 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 എത്രയാണെന്ന് കാണാതെ പഠിച്ചു വെച്ചോ. 1/s ആണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1. ഇനി നമ്മൾ അടുത്ത കണ്ടുപിടിക്കാൻ പോവുകയാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു at എന്ന് പറയുന്നത് 1/s - a ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചോ. ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു at എന്ന് പറയുന്നത് 1/s - a ആണ്. ഈ s ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a ഗ്രേറ്റർ ദാൻ ഏതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഒന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു. ഇ റൈസ് ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു -st ഇൻറ്റു എഫ് ഓഫ് ടിക്ക് പകരം ഇ റൈസ് ടു at കൊടുത്തു അല്ലെ. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നോക്കിയേ, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം പ്ലസ് എൻ അല്ലേ. അപ്പൊ ഇ റൈസ് ടു -st ഇ റൈസ് ടു at നമുക്ക് എങ്ങനെ എഴുതാം? ഇ റൈസ് ടു -st പ്ലസ് at എന്ന് എഴുതാം അല്ലെ. പവർ അതുപോലെ കൂട്ടി. ഇനി എന്ത് ചെയ്യുന്നറിയാവോ? ഞാൻ ഇവിടുന്ന് 2 കോമൺ എടുക്കുന്നു. t കോമൺ എടുക്കുന്നു. t കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? ഇ റൈസ് ടു -s പ്ലസ് a ഇൻറ്റു ടി എന്ന് വരും. കറക്റ്റ് അല്ലേ? ഇനി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു മൈനസ് കൂടി കോമൺ എടുക്കുന്നു. മൈനസ് എന്തിനാണ് കോമൺ എടുക്കുന്നത് ഞാൻ പറയാം. മൈനസ് കൂടി കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? ഈ എസിന്റെ കൂടെ മൈനസ് ഉള്ളതുകൊണ്ട് അതിങ്ങ് പുറത്തു പോയി, എസ് ആയി. ഇവിടെ എയുടെ കൂടെ പ്ലസ് അല്ലേ, അപ്പൊ അതെന്തായി? മൈനസ് ആയി. -s - a ഇൻറ്റു ടി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സാധനം തൊട്ടടുത്തുള്ള സ്റ്റെപ്പ് മനസ്സിലായില്ലെങ്കിൽ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത് നോക്കി ഒന്ന് എഴുതി വെച്ചാൽ മതിയെ. അപ്പൊ ഇ റൈസ് ടു -s - a ഇൻറ്റു ടി എന്ന് കിട്ടി. ഇനി ഇതിന്റെ ഇന്റഗ്രൽ നമുക്ക് ചെയ്യാം. ഇതിന്റെ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതിന്റെ ഇന്റഗ്രേഷൻ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പരിപാടി. ഇ റൈസ് ടു ടിയുടെ ഇന്റഗ്രൽ ഇ റൈസ് ടു ടി ആണ്. അപ്പൊ ഇ റൈസ് ടു -s - a ഇൻറ്റു ടി അതുപോലെ എഴുതി. ഇനി ടിയുടെ കൂടെ കിടക്കുന്ന ആളെ അതുപോലെ എഴുതി -s - a. ഇനി നമ്മൾ 1/-s - a കോമൺ എടുത്തു. നേരത്തെ പരിപാടി. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്ത് വരും? ഇത് 0 ആയി പോവും. 0 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇ റൈസ് ടു 0 വരുമ്പോൾ 1 കിട്ടും അല്ലെ. 0 - 1 എന്ന് പറയുന്നത് -1 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. നേരത്തെ അതേ പരിപാടി. നേരത്തെ 1/s ആണ് വന്നതെങ്കിൽ ഇവിടെ എന്ത് വരും? 1/s - a വരും. സിമ്പിൾ അല്ലേ? അപ്പൊ ഇതെല്ലാം എഴുതി പഠിച്ചോളണേ. അപ്പോ ഈ ഒരു ഫോർമുലയെ പഠിച്ചു വെച്ചോ. ഇ റൈസ് ടു at യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? 1/s - a ആണ്. തിരിഞ്ഞു പോകരുത്. ഇ റൈസ് ടു at എടുക്കുമ്പോൾ എന്ത് വരും? 1/s - a വരും ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് ഇ റൈസ് ടു -at എന്തായിരിക്കും? നമുക്ക് ആവശ്യമുള്ളതാണ്. എൽ ഓഫ് ഇ റൈസ് ടു -at എടുക്കുമ്പോൾ 1/s - എയുടെ സ്ഥാനം എന്ത് വന്നു? -a വന്നു. അപ്പൊ s - a എന്ന് വരും. ദാറ്റ് ഈസ് s പ്ലസ് a. അപ്പൊ ഇത് തിരിഞ്ഞു പോകരുത്. ഇനി തൊട്ട് നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണത്. ഇ റൈസ് ടു at യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s - a ആണെങ്കിൽ ഇ റൈസ് ടു -at യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s പ്ലസ് a ആണ്. ഇനി ഇതൊരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു n എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ s റൈസ് ടു n പ്ലസ് 1 ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കാണാതെ പഠിച്ചു വെച്ചേക്കേണ്ട ഫോർമുലാസ് ആണ്. ഇതിനകത്ത് മൊത്തം നമ്മൾ കാണാതെ പഠിക്കുന്ന കുറെ ഫോർമുലാസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ മെത്തേഡ് അല്ല ഉപയോഗിക്കുന്നത്. ഇന്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡ്, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം എന്ത് കൊടുക്കും? n-ന് 0 കൊടുക്കും. ഓക്കെ, n-ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ടാണ് n-ന് 0 കൊടുക്കുന്നത്. നമ്മൾ സാധാരണ PMI ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് n-ന് 1 ആണ് കൊടുക്കുന്നത്. ഇവിടെ 0 മുതൽ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 0 കൊടുക്കും. അപ്പോൾ n ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ t റൈസ് ടു 0 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പൊ അതിന്റെ ഉത്തരം L ഓഫ് 1 നമുക്ക് അറിയാം 1/s ആണ്. ഇനി ഇത് കൊടുക്കുന്നു 0 ഫാക്ടോറിയൽ ബൈ s റൈസ് ടു 0 പ്ലസ് 1. 0 ഫാക്ടോറിയൽ 1 ആണെന്ന് നമുക്കറിയാം. s റൈസ് ടു 0 പ്ലസ് 1 s റൈസ് ടു 1 s. അപ്പൊ രണ്ടും ഈക്വൽ ആണല്ലോ. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് n ഈക്വൽ ടു 0ക്ക് ഈ പറയുന്ന ഒരു അസംഷൻ ട്രൂ ആണ്. ഈ പറയുന്ന ഒരു പ്രൂഫ് ട്രൂ ആണ്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു നമ്പറിന്, നമ്മൾ സാധാരണ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പഠിച്ചത് k എന്ന് പറയുന്ന നമ്പറിന് ഇത് ട്രൂ ആണെന്നാണ്. ഞാനിപ്പോ ഇവിടെ എഴുതിക്കുന്നത് m ആണ്. n ഈസ് ഈക്വൽ ടു m ൽ ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. k എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ L ഓഫ് t റൈസ് ടു m ഈസ് ഈക്വൽ ടു m ഫാക്ടോറിയൽ ബൈ s റൈസ് ടു m പ്ലസ് 1. ആ n ഉള്ള ആ സാധനത്തിന് ഞാനിവിടെ m ഇട്ട് കൊടുത്തു. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ കെ ഇട്ട് എഴുതുമ്പോൾ എങ്ങനെയാ പറയുന്നത്, കെക്ക് ട്രൂ ആണെങ്കിൽ കെ പ്ലസ് വൺ ട്രൂ ആണ് എന്ന് തെളിയിക്കണമെന്നല്ലേ. അപ്പൊ നമ്മൾ എമ്മിന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് എം പ്ലസ് വൺ ട്രൂ ആണെന്ന് തെളിയിക്കാൻ പോവുകയാണ്. അപ്പോൾ എൽ ഓഫ് ടി റൈസ് ടു എം പ്ലസ് വൺ, ഇനി നമ്മൾ ഇക്വേഷൻ കൊടുക്കും ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ടി റൈസ് ടു എം പ്ലസ് വൺ ഡി ടി. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്, അതായത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയും. ഒരു പ്രോഡക്റ്റിന്റെ ഇന്റഗ്രേഷൻ എന്താണ് എന്നുള്ളത്. അപ്പൊ ഇന്റഗ്രൽ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, അറിഞ്ഞുകൂടെങ്കിൽ ഇപ്പോഴേ ഓർത്തു വെച്ചോ. ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതായിരുന്നു ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ അറിഞ്ഞുകൂടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു വെച്ചോ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇപ്പൊ തന്നെ പറഞ്ഞു പഠിച്ചോ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പൊ ഇതൊരു പ്രോഡക്റ്റ് ഫംഗ്ഷൻ ആണ്. ഇനി പ്രോഡക്റ്റ് ഫംഗ്ഷനിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ അതൊരു എളുപ്പത്തിലൊരു കോഡ് നമ്മൾ പഠിക്കാറുണ്ട്, ഐലേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിൽ എഴുതി വെച്ചോളണേ. ഐലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് പഠിക്കാറുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓർഡറിൽ വേണം നമ്മൾ ഫംഗ്ഷൻസിനെ എഴുതാൻ, എന്നിട്ട് വേണം നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ. ഐ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്, എൽ ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്, എ ആൾജിബ്ര ആണ്, ടി ട്രിഗണോമെട്രി ആണ്, ഈ എക്സ്പോണൻസ് ആണ്. ഇൻവേഴ്സ്, ലോഗരിതമിക്, ആൾജിബ്രയ്ക്ക്, ട്രിഗണോമെട്രിക്ക്, എക്സ്പോണൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ്പോണൻസ് ആണ് ഏറ്റവും അവസാനം എഴുതേണ്ടത്. നമ്മുടെ എക്സ്പോണൻസിന്റെ ഫംഗ്ഷൻ ആണ് ആദ്യം കിടക്കുന്നത്. ഇത് ആൾജിബ്രയാണ്, ജസ്റ്റ് എക്സ് റൈസ് ടു അല്ലെങ്കിൽ ടി റൈസ് ടു എന്ന് പറയുന്ന സാധനം ആൾജിബ്രയാണ്. അപ്പൊ എ എടുത്ത് ആദ്യം എഴുതി, ഈ എടുത്ത് അവസാനം എഴുതി. ഓക്കെ, ആൾജിബ്രൈക് ഫംഗ്ഷൻ ആദ്യവും ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അവസാനം എഴുതി. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. നമുക്കറിയാം ഇ റൈസ് ടു മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ നമ്മൾ നേരത്തെ എഴുതിയതാണ്, ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ്. 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് ലിമിറ്റ്. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു, ഇവിടുത്തെ ഡെറിവേറ്റീവ് എന്താണ്? ടി റൈസ് ടു എം പ്ലസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ടി റൈസ് ടു എം പ്ലസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എം പ്ലസ് വൺ ഇൻറ്റു ടി റൈസ് ടു എം പ്ലസ് വൺ മൈനസ് വൺ. കാരണം എന്താ? എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ എന്നല്ലേ പഠിച്ചത്. അപ്പൊ എം പ്ലസ് വൺ ഇൻറ്റു ടി റൈസ് ടു എം പ്ലസ് വൺ മൈനസ് വൺ, അതാണ് ടി റൈസ് ടു എം വരുന്നത്. ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ഡി ടി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ, ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്ത് വരും? നമ്മൾ നേരത്തെ പഠിച്ച 1 ബൈ ഇ റൈസ് ടു ഇൻഫിനിറ്റി വരുമ്പോൾ അത് 0 ആയി പോകും. മൈനസ് ഇവിടെ ടി റൈസ് ടു എം പ്ലസ് വൺ ഉണ്ടല്ലോ, അപ്പൊ അതിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇത് മൊത്തത്തിൽ 0 ആയി പോകും. അതായത് ഇൻഫിനിറ്റി കൊടുത്താലും 0 ആയി പോകും, 0 കൊടുത്താലും 0 ആയി പോകും, കാരണം ഇവിടെ 0 ഇൻറ്റു എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഇത് 0 മൈനസ് 0 ആണ്. പിന്നെ എന്ത് ചെയ്യുന്നറിയാവോ? ഈ എം പ്ലസ് വണ്ണും ബൈ മൈനസ് എസ് ആണല്ലോ കിടക്കുന്നത്. ഈ മൈനസ് എസിന്റെ മൈനസ് പുറത്ത് വരുമ്പോൾ ആ മൈനസ് ഈ മൈനസ് കൂടി എന്തായി? പ്ലസ് ആയി. ദെൻ എം പ്ലസ് വൺ ബൈ എസ് ബാക്കിയുണ്ട്, അതങ്ങ് പുറത്തെഴുതി. എം പ്ലസ് വൺ ബൈ എസ് ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ടി റൈസ് ടു എം ഡി ടി. ഇതിനൊരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കാമേ. എൽ ഓഫ് ടി റൈസ് ടു എം എന്ന് പറയുന്നത് ഇതാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി എൽ ഓഫ് ടി റൈസ് ടു എമ്മിന്റെ ഇക്വേഷൻ എന്താണ്? എൽ ഓഫ് എഫ് ഓഫ് ടിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാം. അതിലൂടെ നമുക്ക് എൽ ഓഫ് ടി റൈസ് ടു എമ്മിന്റെ ഇക്വേഷൻ എന്താ എഴുതാം? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ ആണെങ്കിൽ ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്ന് വരും. ഇവിടുത്തെ എഫ് ഓഫ് ടി ആരാണ്? ടി റൈസ് ടു എം ആണ്. അപ്പൊ ടി റൈസ് ടു എം ഡി ടി ഈസ് ഈക്വൽ ടു എം ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു എം പ്ലസ് വൺ ആണെന്നല്ലേ നമ്മൾ അസ്യൂം ചെയ്തത്. ഈ സാധനം നോക്കി വെച്ചോ, ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ടി റൈസ് ടു എം അല്ലെ, അതല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എം ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു എം പ്ലസ് വൺ എന്ന് പറയുന്ന സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എം ഫാക്ടോറിയൽ ഇൻറ്റു എം പ്ലസ് വൺ എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ. ഒരു ഫാക്ടോറിയലിനെ തൊട്ട് അടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എം പ്ലസ് വൺ ദ ഹോൾ ഫാക്ടോറിയൽ കിട്ടും അല്ലെ. ഇപ്പൊ 5 ഫാക്ടോറിയലിനെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? 6ന്റെ ഫാക്ടോറിയൽ ആണ് കിട്ടുന്നത്. 6ന്റെ ഫാക്ടോറിയലിനെ 7 കൊണ്ട് ഗുണിച്ചാൽ 7ന്റെ ഫാക്ടോറിയൽ ആണ് കിട്ടുന്നത്. ലൈക്ക് ദാറ്റ് എം ഫാക്ടോറിയൽ ഇൻറ്റു എം പ്ലസ് വൺ ഗുണിക്കുമ്പോൾ നമുക്ക് എം പ്ലസ് വണ്ണിന്റെ ഫാക്ടോറിയൽ കിട്ടും. സോ മുകളിൽ എന്ത് എഴുതാം? എം പ്ലസ് വണ്ണിന്റെ ഫാക്ടോറിയൽ എഴുതാം. ഇനി താഴെ എന്താണ്? എസ് ഇൻറ്റു എസ് റൈസ് ടു എം പ്ലസ് വൺ. അപ്പൊ ഇവിടെ 1 കൊടുക്കുമ്പോൾ എസ് റൈസ് ടു എം പ്ലസ് വൺ പ്ലസ് വൺ, അതായത് എസ് റൈസ് ടു എം പ്ലസ് ടു. ഇതായിരുന്നു നമുക്ക് തെളിയിക്കേണ്ടത് അല്ലെ. അപ്പോ നമ്മൾ എൻ ഈക്വൽ ടു 0ക്ക് ഇത് ട്രൂ ആണെന്ന് കാണിച്ചു, എം ഈക്വൽ ടു 0ക്ക്
എം ഈക്വൽ ടു n ഈക്വൽ ടു എമ്മിന് ഇത് ശരിയാണെന്ന് അസ്യൂം ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? n ഈക്വൽ ടു m പ്ലസ് വണ്ണിന് ട്രൂ ആണെന്ന് കിട്ടി അല്ലെ? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? n ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു n പ്ലസ് വൺ ആയിരുന്നു. അതിവിടെ ശരിയായില്ലേ? m പ്ലസ് വൺ ദ ഹോൾ ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു m പ്ലസ് വൺ എന്ന് കിട്ടി. സോ ഈ റിസൾട്ട് m പ്ലസ് വണ്ണിൽ ട്രൂ ആണ്. അതുകൊണ്ട് ഇൻഡക്ഷൻ വഴി നമുക്ക് എന്ത് പറയാം? ഈ റിസൾട്ട് എല്ലായിടത്തും ട്രൂ ആണെന്ന് പറയാം. സോ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ആ ഒരു ഇക്വേഷൻ ആണ്. പ്രൂവ് ചെയ്യുന്നതിനേക്കാൾ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. L ഓഫ് t റൈസ് ടു n എന്ന് പറയുന്നത് എന്താണ്? n ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു n പ്ലസ് വൺ ആണ്. ഈ ഒരു ഇക്വേഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നോക്കിയേ, L ഓഫ് ടി സ്ക്വയർ എന്താണ്? L ഓഫ് ടി സ്ക്വയർ എന്താണ്? ഇവിടുത്തെ n എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലെ? അപ്പോ ഇവിടെ എന്താണ് വരേണ്ടത്? n ഫാക്ടോറിയൽ ബൈ, അപ്പൊ 2 ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു 2 പ്ലസ് വൺ. എസ് റൈസ് 2 പ്ലസ് വൺ എത്രയാണ്? എസ് റൈസ് ടു 3. ഫാക്ടോറിയൽ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫാക്ടോറിയൽ കൊടുത്താൽ 2 ബൈ എസ് ക്യൂബ് എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരിക? L ഓഫ് ടി റൈസ് ടു 5 എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു 5 1 6. L ഓഫ് ടി റൈസ് 7 എന്ന് പറയുന്നത് 7 ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു 7 1 8. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് പഠിക്കേണ്ടത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. അപ്പൊ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 80 എന്താണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 80 എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇക്വേഷൻ പറഞ്ഞിട്ട് ഈ ഒരു ഉത്തരത്തിലോട്ട് നോക്കാം. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെയാണ് എടുക്കുന്നത്? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു സൈൻ 80 ഡി ടി. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു സൈൻ 80 ഡി ടി. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ഉണ്ട്. അതായത് ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ എ എക്സ് എന്താണ്? ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്റഗ്രൽ ആണ്. അപ്പൊ നമുക്ക് അത് നോക്കാം. നോക്കിയേ, ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് നമ്മളൊരു ഫോർമുല ആയിട്ട് പഠിച്ചു വെച്ചേക്കും. എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, ഇ റൈസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു